കഴിഞ്ഞ ലെസണിൽ നമ്മൾ പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പഠിച്ചു. ഈ ലെസണിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസുമാണ്. സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് നമുക്കറിയാം, പതിവായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. സിമ്പിൾ പാസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് കഴിഞ്ഞു പോയൊരു കാര്യം പറയാൻ വേണ്ടി. പ്രസൻറ്റ് കണ്ടിന്യൂസ് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി. പതിവായിട്ട് നടക്കുന്നതല്ല, നടന്നു പോയതുമല്ല, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി. ഇതേ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഫ്യൂച്ചർ കാര്യങ്ങൾ പറയാൻ വേണ്ടിയും ഉപയോഗിക്കുന്നുണ്ട്. ആ കാര്യത്തിലേക്ക് നമുക്ക് പിന്നീട് വരാം. പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി. നടന്ന കാര്യമല്ല, സംഭവിച്ച കാര്യമല്ല, സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി. നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയാലും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയാലും വെർബിൻ്റെ ഫസ്റ്റ് ഫോമിനോട് കൂടി നമ്മൾ ING ചേർത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിനു മുമ്പ് സബ്ജക്റ്റ് അനുസരിച്ച് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ ഈസ് വരും, പ്ലൂറൽ ആണെങ്കിൽ ആർ വരും, ഐ ആണ് സബ്ജക്റ്റ് എങ്കിൽ ആം വരും. ഇവിടെ നോക്കുക, ഈ ഫസ്റ്റ് സെൻറ്റൻസ് കിടക്കുന്നത് സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ്. അതായത് പതിവായിട്ടുള്ളൊരു കാര്യം. മിസ്റ്റർ ജോൺ റൺസ് ദ റെസ്റ്റോറൻറ്റ്. മിസ്റ്റർ ജോൺ ആണ് ആ റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല, കാരണം അത് സ്ഥിരമായിട്ട് അയാളാണ് അതിൻ്റെ ഓണർ. അപ്പോൾ മിസ്റ്റർ ജോൺ റൺസ് ദ റെസ്റ്റോറൻറ്റ്. മിസ്റ്റർ ജോൺ സിംഗിളർ ആയതുകൊണ്ടാണ് അവിടെ റണ്ണിൻ്റെ കൂടെ എസ് ചേർത്ത് റൺസ് ആക്കിയിരിക്കുന്നത്. റണ്ണിൻ്റെ വെർബ് ഫോംസ് റൺ, റാൻ, റണ്ണാണ്. മിസ്റ്റർ ജോൺ റൺസ് ദ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റ് നടത്തുന്നത് മിസ്റ്റർ ജോൺ ആണ്. ഇനി നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസിലേക്ക് വരാണ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്ക് വരാണ്. ഹി ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാഷ് കൗണ്ടർ. ക്യാഷ് കൗണ്ടറിൻ്റെ പുറകിൽ ഇരിക്കുകയാണ് അറ്റ് ദ മൊമെൻറ്റ്. നിലവിൽ ഇപ്പോഴെന്താണ്? ഹി ഈസ് സിറ്റിംഗ്, അയാൾ ഇരിക്കുകയാണ്. സിറ്റ് പ്ലസ് ING, സിറ്റിംഗ്. അറ്റ് ദ മൊമെൻറ്റ്. വെൻ ഐ സോ ഹിം, സീ കാണുക, സോ കണ്ടു. സീ, സോ, സീ. വെൻ ഐ സോ ഹിം, ഐ സോ ഹിം, ഞാൻ അവനെ കണ്ടു എന്നാണല്ലോ. വെൻ, അപ്പോൾ. വെൻ ഐ സോ ഹിം, ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പോൾ, യെസ്റ്റർഡേ, ഇന്നലെ കണ്ടപ്പോൾ. ഹി വാസ് ടോക്കിംഗ്, ടോക്ക് സംസാരിക്കുക പ്ലസ് ING ചേർത്ത് നമ്മൾ വാസ് ടോക്കിംഗ്. വാസ് ആയിരുന്നു. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വാസ് വരും, പ്ലൂറലാണെങ്കിൽ വേറെ വരും. ഹി വാസ് ടോക്കിംഗ്, അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ടു എ വെയിറ്റർ ഇൻ ദ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിലെ ഒരു വെയിറ്ററിനോട് അദ്ദേഹം സംസാരിക്കുകയായിരുന്നു. ഇത് അപ്പോൾ ഈ സെൻറ്റൻസ് നോക്കുക. വെൻ ഐ സോ ഹിം യെസ്റ്റർഡേ, ഇന്നലെ കണ്ടപ്പോൾ. ഹി വാസ് ടോക്കിംഗ് ടു എ വെയിറ്റർ ഇൻ ദ റെസ്റ്റോറൻറ്റ്. റെസ്റ്റോറൻറ്റിലെ ഒരു വെയിറ്ററിനോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അദ്ദേഹം എന്താണ്? ഇരിക്കുകയാണ്. വീണ്ടും നമ്മൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലേക്ക് വരാണ്. നൗ ഹി ഈസ് ഹാൻഡിങ് ചേഞ്ച് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് എന്താണ്? ചേഞ്ച് കൊടുക്കുകയാണ്. കൊടുക്കാനുള്ള ബിൽ പേ ചെയ്തതിൻ്റെ ബാക്കിയുള്ള തുക അങ്ങോട്ട് കൊടുക്കുകയാണ്. നമ്മൾ ഒരാൾക്ക് തന്ന തുകയുടെ ബാലൻസ് അങ്ങോട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ചേഞ്ച് എന്ന് പറയുന്നത്. പക്ഷെ ഒരാൾക്ക് കൊടുക്കാനുള്ള തുകയുടെ ബാക്കി നമ്മളെന്താണ്? ആ വ്യക്തിക്ക് വീണ്ടും കൊടുക്കാനുണ്ടെങ്കിൽ അതിനാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, ആ പ്രോഡക്റ്റിന് എന്താണ് ഒരു 500 റുപ്പീസ്, ഒരു 400 റുപ്പീസായി നമ്മൾ 500ൻ്റെ നോട്ട് അയാൾക്ക് കൊടുത്തു. അയാൾ നമുക്ക് തരുന്നത് ചേഞ്ചാണ്. ബാക്കിയുള്ള ബാലൻസ് ഇങ്ങോട്ട് തരാനുള്ള ചേഞ്ചാണ് തരുന്നത്. നേരെ മറിച്ച് നമ്മളൊരു പ്രോഡക്റ്റ് വാങ്ങി, അതിന് നമ്മളെന്താണ്, ആ പ്രോഡക്റ്റ് എന്താണ് ഒരു 700 കോസ്റ്റ് വരുന്നതാണ്. നമ്മൾ 600 കൊടുത്തുള്ളെങ്കിൽ നമ്മൾ അയാൾക്ക് കൊടുക്കേണ്ട ബാലൻസാണ്. വ്യക്തമായി കാണുന്നു വിശ്വസിക്കുന്നു. നൗ ഹി ഈസ് ഹാൻഡിങ്. ഹാൻഡ് മീൻസ് കൈമാറുക. ഹാൻഡ്, ഹാൻഡഡ്, ഹാൻഡഡ്. നൗ ഹി ഈസ് ഹാൻഡിങ് ചേഞ്ച് ടു എ കസ്റ്റമർ. ഒരു കസ്റ്റമർക്ക് ചേഞ്ച് കൈമാറുകയാണ്. അനദർ കസ്റ്റമർ ഈസ് സ്കാനിങ്. സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടു പേ,
പേ ചെയ്യുവാൻ. അപ്പോൾ ഒരു കാര്യം ചെയ്യുവാൻ, കാണുവാൻ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിനു മുമ്പ് നമ്മൾ ടു ചേർക്കും. ടു സീ കാണുവാൻ, ടു സീ കാണുവാൻ, ടു ഗോ പോകുവാൻ, ടു കം വരുവാൻ, അങ്ങനെ നമ്മൾ പറയും. ഹീ സ്കാനിങ് QR കോഡ് ടു പേ ചെയ്യുവാൻ, ഹീസ് ബിൽ അദ്ദേഹത്തിൻ്റെ ബില്ല് പേ ചെയ്യുവാൻ അദ്ദേഹം QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പെയ്ഡ് വെർബ് ഫോംസ് പെയ്, പെയ്ഡ്, പെയ്ഡ്, പെയ്, പെയ്ഡ്, പെയ്ഡ്, പെയ്, പെയ്ഡ്, പെയ്ഡ്. ടു പേ ചെയ്യുവാൻ. അനദർ കസ്റ്റമർ ഈസ് സ്കാനിങ് ദ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിസ്റ്റർ ജോൺസ് റെസ്റ്റോറൻറ്റ് സെർവ്സ്, ഇത് പതിവ് സംഭവമാണ്. സെർവ് ചെയ്യുന്നു, വിളമ്പുന്നു. സെർവ് വിളമ്പുക. വെരി ഡിലിഷ്യസ് സ്വാദിഷ്ടമായ. വെരി ഡിലിഷ്യസ് ഡിഷസ്, വളരെ സ്വാദിഷ്ടമായ ഭക്ഷണ പദാർത്ഥങ്ങൾ സെർവ് ചെയ്യുന്നു. സെർവ് ചെയ്യുന്നു. സോ അതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾവേസ് ബിസി. അതുകൊണ്ടെന്നാണ് ആ റെസ്റ്റോറൻറ്റ് എപ്പോഴും ബിസിയാണ്. ഇനി നമുക്ക് ഈ പാരഗ്രാഫിൽ ഇത്രയും ഭാഗത്തെ സെൻറ്റൻസുകളെ ബേസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഫോം ചെയ്യാൻ നോക്കാം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഫോം ചെയ്ത് നോക്കാം. മിസ്റ്റർ ജോൺ റൺസ് ദ റെസ്റ്റോറൻറ്റ്. അത് നമ്മൾ ക്വസ്റ്റ്യൻ എന്തായിരിക്കാം? ആരാണ് റെസ്റ്റോറൻറ്റ് റൺ ചെയ്യുന്നത്? അപ്പോൾ ആരാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ചേർക്കേണ്ടത് ഹൂ ആണ്. ഹൂ റൺസ് ദ റെസ്റ്റോറൻറ്റ്. ഹൂ റൺസ് ദ റെസ്റ്റോറൻറ്റ്. നമ്മൾ ക്വസ്റ്റ്യൻസിൽ ഹൂ, ആര് എന്ന് പറയുമ്പോൾ നമ്മൾ ഹീയും ഷീയും യൂസ് ചെയ്യുന്ന പോലെ സിംഗുലറായിട്ടാണ് വെർബ് ഉപയോഗിക്കേണ്ടത്. ഹൂ റൺസ്, ഹൂ ഗോസ്, ഹൂ ഈസ് ഗോയിങ്, ഹൂ കംസ്, ഹൂ ഈസ് കമ്മിങ്, ഹൂ വാസ് കമ്മിങ്. ആ രീതിയിൽ വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഹൂ റൺസ് ദ റെസ്റ്റോറൻറ്റ്, ആരാണ് റെസ്റ്റോറൻറ്റ് നടത്തുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഹീ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാഷ് കൗണ്ടർ അറ്റ് ദ മൊമെൻറ്റ്. നിലവിൽ എന്താണ്? അദ്ദേഹം ക്യാഷ് കൗണ്ടർ പിറകിൽ ഇരിക്കുകയാണ്. അപ്പോൾ ആരാണ് ക്യാഷ് കൗണ്ടറിൻ്റെ പിറകിൽ ഇരിക്കുന്നത് എന്നാണല്ലോ വരേണ്ട ക്വസ്റ്റ്യൻ. അപ്പോൾ ഹൂ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാഷ് കൗണ്ടർ. ഹൂ ഈസ് സിറ്റിംഗ് ബിഹൈൻഡ് ദ ക്യാഷ് കൗണ്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരേണ്ടത് എങ്ങനെയായിരിക്കാം? വെൻ ഐ സോ ഹിം യെസ്റ്റർഡേ ഹി വാസ് ടോക്കിംഗ് ടു എ വെയിറ്റർ ഇൻ ദ റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഇന്നലെ അദ്ദേഹം എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ വരേണ്ടത്. അപ്പോൾ എന്ത് എന്നുള്ളത് വാട്ടാണല്ലോ, വാട്ട്. ആയിരുന്നു എന്നുള്ളത് വാസാണല്ലോ, വാട്ട് വാസ് ഹി ഡൂയിങ്. What was he doing yesterday? We know the answer. What was he doing? He was talking to a waiter in the restaurant. ഇനി അദ്ദേഹം ഇന്നലെ ആരോട് സംസാരിക്കുകയായിരുന്നു എന്ന് വരുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ആര് എന്ന് പറയുമ്പോഴാണ് ആര് വരുന്നു, ആര് വന്നു, ആര് പോയി എന്നൊക്കെ പറയുമ്പോഴാണ് നമ്മൾ ഈ ഹൂ നമ്മൾ ഹീയും ഷീയൊക്കെ യൂസ് ചെയ്യുന്ന പോലെ സിംഗിളായിട്ട് ഉപയോഗിക്കുന്നത്. നേരെ മറിച്ച് ആരെ ആർക്ക് ആരോട്, അവനെ അവനോട്, അവളെ അവൾക്ക് അവളോട് എന്ന് പറയുന്ന പോലെ ഒരു പ്രോനൗൺ അവിടെ വരുന്നുണ്ട്. ആരെ ആർക്ക് ആരോട്. അപ്പോൾ അവിടെ നമ്മൾ ചേർക്കേണ്ടത് ഹൂ തന്നെയാണ്. പക്ഷേ ആ ഹൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ആര് എന്ന അർത്ഥത്തിലല്ല, ആരെ ആർക്ക് ആരോട് എന്നുള്ള മീനിങ്ങിലാണ്. പിന്നെ ആരോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് എഴുതിയതിന് ശേഷം, ഇത് വെച്ചുള്ള സെൻറ്റൻസ് എഴുതിയതിന് ശേഷം അവസാനം നമ്മൾ ആ ടു എഴുതും. ആരെക്കുറിച്ചാണെങ്കിൽ നമ്മൾ എബൌട്ട് എഴുതും. ആർക്ക് വേണ്ടി എന്നാണെങ്കിൽ നമ്മൾ അവിടെ അവസാനം ഫോർ എഴുതും. ഈ സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാവും. അദ്ദേഹം ഇന്നലെ ആരോട് സംസാരിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കേണ്ടത്.
അപ്പോൾ ഹൂ നമ്മൾ ആദ്യം ഇട്ടു, ആരോട് എന്നുള്ളതിൻ്റെ ഹൂ നമ്മൾ ആദ്യം ഇട്ടു. ഇനി ആ ആരോ കഴിഞ്ഞിട്ട് ഡ് എന്നുള്ള സംഭവമാണ് ഞാൻ പറഞ്ഞ ടു എന്നുള്ളത്, അത് നമ്മൾ അവസാനം ഇടുന്നത്. ഇനി ആയിരുന്നാണ് വേണ്ടത്, ഹൂ വാസ്. ഇനി അദ്ദേഹം എന്ന് വേണം, ഹൂ വാസ് ഹീ. ഇനി സംസാരിക്കുകയായിരുന്നു എന്നാക്കണമെങ്കിൽ ഹൂ വാസ് ഹീ ടോക്കിംഗ് ടു. ഹൂ വാസ് ഹീ ടോക്കിംഗ് ടു ഇന്നലെ. ഹൂ വാസ് ഹീ ടോക്കിംഗ് ടു യെസ്റ്റർഡേ. ഹൂ വാസ് ഹീ ടോക്കിംഗ് ടു യെസ്റ്റർഡേ. ഇനി നമുക്ക് നൗ ഹീ ഈസ് ഹാൻഡിങ് ചേഞ്ച് ടു എ കസ്റ്റമർ. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം, അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വാട്ട് വാസ് ഹീ ഡൂയിങ് യെസ്റ്റർഡേ എന്നുള്ള ഭാഗത്ത് നമുക്ക് അത് മാറ്റിയതിന് ശേഷം വാട്ട് ഈസ് ഹീ ഡൂയിങ് നൗ. വാട്ട് ഈസ് ഹീ ഡൂയിങ് നൗ, അദ്ദേഹം ഇപ്പോൾ എന്ത് ചെയ്യുകയാണ്. നൗ ഹീ ഈസ് ഹാൻഡിങ് ചേഞ്ച് ടു എ കസ്റ്റമർ. ആൻഡ് അതർ കസ്റ്റമർ ഈസ് സ്കാനിങ് QR കോഡ് ടു പേ ഹിസ് ബിൽ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഇങ്ങനെയാക്കാം, ആ മറ്റേ കസ്റ്റമർ എന്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാട്ട്സ് ദ അതർ കസ്റ്റമർ, what is the other customer doing now. ആൻസർ അറിയാമല്ലോ. the other customer is scanning the QR code to pay his bill. ഇത് വേണമെങ്കിൽ ഒരു ചേഞ്ച് വരുത്തി നമുക്ക് ഇതിൽ തന്നെ ഒരു ചേഞ്ച് വരുത്തി ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റാം. വൈ ഈസ് ദ വാട്ട് എന്നുള്ള വൈ ആക്കാം. എന്തുകൊണ്ട്, എന്തിനാണ്. വൈ ഈസ് ദ അതർ കസ്റ്റമർ സ്കാനിങ് ദ QR കോഡ്. എന്തിനാണ് ആ കസ്റ്റമർ QR കോഡ് സ്കാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് താഴേക്ക് വന്നാൽ മിസ്റ്റർ ജോൺസ് റെസ്റ്റോറൻറ്റ് സെർവ്സ് എ വെരി ഡിലിഷ്യസ് സ്വാദിഷ്ടമായ ഡിഷസ്, ഭക്ഷണ പദാർത്ഥങ്ങൾ. സോ ഇറ്റ് ഈസ് ഓൾവേസ് ബിസി. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് മിസ്റ്റർ ജോണിൻ്റെ റെസ്റ്റോറൻറ്റ് ഓൾവേസ് ബിസി ആയിരിക്കുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. വൈ ഈസ് the restaurant always busy. എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് വൈ ഈസ് ദ റെസ്റ്റോറൻറ്റ് ഓൾവേസ് ബിസി, എന്തുകൊണ്ടാണ് റെസ്റ്റോറൻറ്റ് എപ്പോഴും തിരക്കായിരിക്കുന്നത്. And we know the answer, because the restaurant, meaning Mr. Jones restaurant, serves very delicious dishes. അപ്പോൾ ഈ ലെസണിൽ നിന്നും പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസും പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ലെസണുമായി വീണ്ടും കാണാം.